My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 153-ാമത്തെ എപ്പിസോഡിൽ എപ്പിസ് മെല്ലിഫിക്ക എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളെക്കുറിച്ച് കെന്റ് പറയുന്നുണ്ട്. വിശേഷം തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ചില അവസ്ഥകളിലുള്ള എപ്പിസിൻ്റെ പ്രയോഗം, ഡിഫ്തീരിയയിൽ ഒരു ജീവൻ രക്ഷാൌഷധമായിട്ട് എപ്പിസ് എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച്, കൃത്യമായിട്ട് എപ്പിസിൻ്റെ ഇൻഡിക്കേഷൻ എങ്ങനെ മനസ്സിലാക്കണമെന്നതിനെക്കുറിച്ച് ഒക്കെ കെൻറ്റിവിടെ പറയുന്നുണ്ട്. സ്കാർലറ്റ് ഫീവറുമായി എപ്പിസിൻ്റെ ബന്ധത്തെക്കുറിച്ചും കെന്റ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻഫ്ലമേഷൻ ഓഫ് ദ മിഡിൽ ഇയർ ഇൻ കണക്ഷൻ വിത്ത് ഓർ ആഫ്റ്റർ സ്കാർലറ്റ് ഫീവർ. സ്കാർലറ്റ് ഫീവറുമായിട്ട് ചേർന്നോ അതിൻ്റെ ബാധയ്ക്ക് ശേഷമോ മധ്യകർണത്തിൻ്റെ ഭാഗത്തുള്ള നിർവീക്കം. Now we come to the throat troubles of Epis. We have much throat trouble. Epis cures diphtheria, especially when there is a high grade of inflammation and the membrane is scanty or come slowly or insidiously, and it is somewhat of a surprise the gradual progress it makes. The parts are edematous and the soft palate is puffed like a water bag and the uvula hangs down with a semi-transparent appearance like a bag of water. എപ്പിസിൻ്റെ ഡിഫ്തീരിയയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തത്. വളരെ ഉയർന്ന നിലയിലുള്ള ഇൻഫ്ലമേഷൻ, നിർവീക്കം വളരെ ശക്തമാണ്. പക്ഷേ ഈ ഡിഫ്തീരിയയുടെ മെംബ്രെയിൻ വളരെ ചെറിയ തോതിലേ ഉള്ളൂ, ചിലപ്പോൾ തീരെയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വളരെ സാവകാശമാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു ഗ്രാജുവൽ പ്രോഗ്രസ്, ഈ ഡിഫ്തീരിയ കേസിൽ അതിൻ്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ഗ്രാജുവൽ പ്രോഗ്രസ്, വളരെ സാവകാശമുള്ള ഇതിൻ്റെ വർധനവ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം എന്നാണ് കെന്റ് പറയുന്നത്. എങ്കിലും എപ്പിസ് ആ ഒരു സ്റ്റേറ്റിനെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പിസിൻ്റെ ടിപ്പിക്കൽ കണ്ടീഷൻ, ഈ തേനീച്ച കുത്തുമ്പോൾ വീർത്ത് വരുന്ന പോലെ വീർത്ത് വരുന്നത്, സോഫ്റ്റ് പാലറ്റ് അത് വാട്ടർ ബാഗ് പോലെ വീർത്ത് വരുന്നത്, ഈ കുറുനാവ് ഒരു വാട്ടർ ബാഗ് പോലെ തൂങ്ങിക്കിടക്കുന്നത്, അത് സെമി ട്രാൻസ്പെറൻറ്റ് ആകുന്നത്, ആ തരത്തിലുള്ള അപ്പിയറൻസ്, ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ. ഇതാണ് എപ്പിസിൻ്റെ പൊതുവെയുള്ള ഡിഫ്തീരിയയുടെ കണ്ടീഷൻ. അതിൻ്റെ മൊഡാലിറ്റീസും പിന്നീട് പറയുന്നുണ്ട്. All around the throat and mouth there is an edematous condition looking as if it would flow water if prickled. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കുത്തിയാൽ വെള്ളം ഒലിക്കും എന്ന് പറയുന്ന പോലെ വീർത്ത് കെട്ടൽ. അത് ഈ ഒരു ഡിഫ്തീരിയയുടെ കണ്ടീഷനിലുണ്ട്. വായയിൽ മുഴുവൻ ഈ ഒരു അവസ്ഥയുണ്ട്, നാവിലും കുറുനാവിലും ഒക്കെ ഇതുണ്ട്. ബേണിംഗ് സ്റ്റിങ്ങിങ് പെയിൻസ് ഇൻ ദ ത്രോട്ട്, പൊള്ളുന്ന കുത്തുന്ന വേദന. That is ameliorated by cold and aggravated by heat. തണുപ്പ് കൊണ്ട് ശമനവും ചൂട് കൊണ്ട് വർധനവും. ഈ ചൂട് കൊണ്ടുള്ള വർധനവിനെ വളരെ വിശദമായിട്ട് കെന്റ് പറയുന്നുണ്ട്. അത് വളരെ ടിപ്പിക്കലായിട്ട് രീതിയാണ്. അവേർഷൻ ടു ഓൾ വാം സബ്സ്റ്റൻസസ് ആൻഡ് ഡ്രിങ്ക്സ്. ചൂടുള്ള എല്ലാത്തിനോടും വിരോധം, ചൂട് ഉള്ള വെള്ളം കുടിക്കുന്നതിനോടൊക്കെ വിരോധം. ഈ ഒരു അവസ്ഥയിൽ തൊണ്ടയിൽ നീർവീക്കം കൊണ്ടാകുമ്പോൾ എല്ലാവരും ചൂടുവെള്ളം കുടിക്കാൻ പറയും. പക്ഷേ എപ്പിസിൻ്റെ കാര്യത്തിൽ അത് വലിയ അബദ്ധമാണത്. ദ ടങ് സ്വെൽസ് അണ്ടിൽ ഇറ്റ് ഫിൽസ് ദ മൗത്ത്. വായ നിറയുന്നവരെ നാവ് നീർവീക്കം വരുമെന്ന്. അപ്പോൾ എന്തുമാത്രം നാവ് വീർത്ത് വിങ്ങിയിട്ടാണെന്നുള്ളത് ഓർക്കുക. വേഴ്സ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് ദ ടങ്. നാവിൻ്റെ വലത് പകുതിയിലാണ് ഇതിൻ്റെ വർധനവ് കൂടുതലും. ഓർ ഇൻവോൾവിങ് ദ റൈറ്റ് സൈഡ് ഫസ്റ്റ്, അല്ലെങ്കിൽ വലതുവശത്ത് ആദ്യം വരുന്നു പിന്നെ മുഴുവനാകുന്നു. റോ ബീഫ് അപ്പിയറൻസ്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കണ്ണിൻ്റെ കാര്യത്തിൽ പറഞ്ഞുള്ള പോലെ ഇറച്ചിത്തുണ്ടം മുറിച്ചെടുത്ത ഇറച്ചി കഷ്ണം പോലെ ഇരിക്കുന്നു. ഡെന്യൂഡഡ് അപ്പിയറൻസ് ഓഫ് ദ ടങ് ആൻഡ് ബ്യൂക്കൽ കാവിറ്റി ആൻഡ് ത്രോട്ട്. അതായത് ഡെന്യൂഡെന്ന് വെച്ചാൽ തൊലി പോയ അവസ്ഥ. ബ്യൂക്കൽ കാവിറ്റി ഈ വായയെക്കുറിച്ച് പണ്ട് കാലത്ത് പറയുന്നൊരു പേരാണ്, ഇപ്പോൾ അത് ഉപയോഗത്തിലുണ്ടോയെന്ന് അറിയില്ല. ആൻഡ് ത്രോട്ട്, ഇപ്പോൾ വായിലും തൊണ്ടയിലും നാവിലും ഒക്കെ തൊലി പൊളിഞ്ഞു പോയി എക്സ്പോസ്ഡ് ആയിട്ടുള്ള
മാംസം എക്സ്പോസ്ഡ് ആയിട്ട് ഈ റോ ബീഫ് ഉള്ളൊരു അവസ്ഥ. വേരിയസ് കൈൻഡ്സ് ഓഫ് സ്വെല്ലിംഗ് ഇൻ ദ ത്രോട്ട്, ബിനൈൻ സ്വെല്ലിങ്സ് വിത്ത് ബേണിംഗ്, സ്റ്റിങ്ങിങ് ആൻഡ് റെഡ്നെസ്. പലതരത്തിലുള്ള സ്വെല്ലിംഗ് ഉണ്ട് തൊണ്ടയിൽ. ബിനൈൻ സ്വെല്ലിംഗ് ആണ്, മാലിഗ്നൻ്റ് അല്ല. വിത്ത് ബേണിംഗ്, പൊള്ളലിൻ്റെ സെൻസേഷൻ ഉണ്ട്. സ്റ്റിങ്ങിങ് ഉണ്ട്, റെഡ്നെസ് ഉണ്ട്, കുത്തുന്ന വേദന, ചുവപ്പ്, ഇതെല്ലാം ഉണ്ട്. അൾസേഴ്സ് ഇൻ ദ ത്രോട്ട് ദാറ്റ് കം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇൻഫ്ലമേഷൻ. ഈ ഒരു ഇൻഫ്ലമേഷൻ്റെ ഫലമായിട്ട് തൊണ്ടയിൽ വ്രണങ്ങളും ഉണ്ടാകാം. അതും എപ്പിസ് കവർ ചെയ്യും. എപ്പിസ് ഈസ് സ്യൂട്ടബിൾ ഇൻ ദ സീവിയറസ്റ്റ് ഫോംസ് ഓഫ് സോർ ത്രോട്ട് അക്കംപനിയിങ് സ്കാർലറ്റ് ഫീവർ. സ്കാർലറ്റ് ഫീവറിനോട് ചേർന്ന് വരുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊണ്ടവീക്കം എപ്പിസിൻ്റെ കൂട്ടത്തിൽപ്പെട്ടു. സ്കാർലറ്റ് ഫീവറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊണ്ടവീക്കത്തിന് എപ്പിസ് കവർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യൂവേഴ്സ് സ്കാർലറ്റ് ഫീവർ വെൻ ദ സിംറ്റംസ് എഗ്രി. ലക്ഷണങ്ങൾ യോജിച്ച് കഴിയുമ്പോൾ അത് സ്കാർലറ്റ് ഫീവറിനെ ക്യൂർ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ അൺകോമൺ തിങ് ഫോർ എപ്പിസ് ടു ബി സ്യൂട്ടഡ് ടു സ്കാർലറ്റ് ഫീവർ, ദോ ദ റാഷ് ഈസ് സംടൈംസ് റഫ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ അൺകോമൺ തിങ് ഫോർ എപ്പിസ് ടു ബി സ്യൂട്ടഡ് ടു സ്കാർലറ്റ് ഫീവർ, ദോ ദ റാഷ് ഈസ് സംടൈംസ് റഫ്. അപ്പോൾ ഈ റാഷ് പൊതുവെ സ്മൂത്താണ്, പക്ഷെ റഫാണെങ്കിൽ പോലും എപ്പിസ് അതിനെ ക്യൂർ ചെയ്യുമെന്നുള്ളത് ഒരു അസാധാരണ കാര്യമല്ല. അത് പലപ്പോഴും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കാർലറ്റ് ഫീവർ എന്നുള്ള പേരിലല്ല കാര്യം, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ, ലക്ഷണങ്ങളുടെ സമഗ്രത എപ്പിസുമായിട്ട് യോജിക്കുന്നെങ്കിൽ എപ്പിസ് ഹീൽ ചെയ്യും. ദ സ്കാർലറ്റ് ഫീവർ റാഷ് ഈസ് നോട്ട് ഓൾവേസ് സ്മൂത്ത് ആൻഡ് ഷൈനി. അപ്പോൾ സ്കാർലറ്റ് ഫീവറിൻ്റെ റാഷ് എല്ലായ്പ്പോഴും സ്മൂത്ത് ആകണമെന്നില്ല, ഷൈനിങ് ആകണമെന്നില്ല. When the rash does not come out at all, the face is very pallid with a high grade of inflammation of the throat. The scarlet fever is in the family and the skin is red without any rash. In those cases that are worse from heat, want the covers off and are sensitive to the heat of the room. അപ്പോൾ ഇവിടെയും അത് തന്നെയൊക്കെ ആവർത്തിക്കുന്നത്. ഈ സ്കാർലറ്റ് ഫീവറിൻ്റെ നിർവചനങ്ങളിലുള്ള കാര്യം, നിർവചനങ്ങൾക്ക് യോജിക്കാത്തൊരവസ്ഥയിലും എപ്പിസിൻ്റെ ലക്ഷണമായിട്ട് യോജിച്ചു വരാം. ഇനി മറ്റൊന്ന്, റാഷ് പുറത്തു വരുന്നില്ല. നമ്മൾ അഞ്ചാമനിക്ക് പണ്ട് പറയാറുണ്ട്, അഞ്ചാമൻ്റെ ലക്ഷണങ്ങളെ കാണുന്നുണ്ട്, പക്ഷേ അഞ്ചാമൻ്റെ തടിപ്പ് പുറത്തു വരുന്നില്ല. അത് അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയായിട്ടാണ് പണ്ട് നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ റാഷ് പുറത്തു വരുന്നില്ല, പക്ഷേ മുഖമാകെ വിളറിയിരിക്കുന്നു, പാലിഡ് ഫേസാണ്. തൊണ്ടയിൽ വല്ലാത്ത ഇൻഫ്ലമേഷൻ, ഹൈ ഗ്രേഡ് ഉണ്ട്. പക്ഷേ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് സ്കാർലറ്റ് ഫീവർ ഉണ്ട് താനും. ഈ ഒരു ആൾക്ക് റാഷ് പുറത്തു വരുന്നില്ല. റാഷില്ലാതെ സ്കിൻ റെഡായി ചുവന്ന നിറമായിരിക്കുന്നു. എപ്പിസിൻ്റെ ലക്ഷണങ്ങളുണ്ട്. എന്താ? വേഴ്സ് ഫ്രം ഹീറ്റ്, വാണ്ട്സ് ദ കവേഴ്സ് ഓഫ് ആൻഡ് സെൻസിറ്റീവ് ഹീറ്റ് ഓഫ് ദ റൂം. മുറിയിലെ ചൂടിനോട് പോലും സെൻസിറ്റീവാണ്, പുതയ്ക്കണ്ട. ആ ഒരു കണ്ടീഷനിൽ എപ്പിസ് യോജിക്കും. അത് അപകടം പിടിച്ചൊരവസ്ഥയായിട്ടാണ് പൊതുവേ പറഞ്ഞു പോകുന്നുള്ളത്. പക്ഷേ അത്തരം അവസ്ഥകളിൽ ലക്ഷണങ്ങളുടെ സമഗ്രത വെച്ച് എപ്പിസ് കൊടുത്താൽ, അല്ലെങ്കിൽ സ്യൂട്ടബിളായിട്ടുള്ള റെമഡി കൊടുത്തു കഴിഞ്ഞാൽ രോഗി രക്ഷപ്പെടും. അഞ്ചാമനിയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്ന പോലെ തുടങ്ങി 5-ാം ദിവസം പനി. പൊതുവേ നാട്ടിൽ പനിയുണ്ട്. ഇപ്പോൾ കുട്ടികളിലാണ്, സ്കൂളിൽ അഞ്ചാമനികൾ പലരും ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ അഞ്ചാമൻ്റെ മറ്റ് പല ലക്ഷണങ്ങളുമുണ്ട്. പക്ഷേ ഈ തടിപ്പുകൾ, അഞ്ചാമൻ്റെ തിണർപ്പുകൾ പുറത്തു വരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽപ്പെട്ടൊരു കുട്ടി എൻ്റെ സഹപാഠിയാണ്. പിന്നീട് വളരെയധികം പ്രശ്നങ്ങളുണ്ടായി, ശ്വാസം മുട്ടലുണ്ടായി, ന്യൂമോണിയ പോലുള്ള അവസ്ഥകളുണ്ടായി. അവർ 1 മാസത്തോളം ആശുപത്രിയിൽ കിടന്നിട്ടാണ് കഷ്ടി രക്ഷപ്പെട്ടു പോകുന്നത്. കുറേ കാലം ഒരു ദീനക്കാരൻ എന്ന് പറയുന്നൊരു വളരെയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതും അങ്ങനത്തെ അവസ്ഥയിലാകാം. മറ്റു ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ മറ്റുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ അത് റാഷ് പുറത്തു വരുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ എപ്പിസ് ഉപകരിക്കും. ദ പേഷ്യൻറ്റ് ഡിസൈഡ്സ് എ ലോ ടെമ്പറേച്ചർ ഇൻ ദ റൂം, ഈസ് വേഴ്സ് ഫ്രം ഹീറ്റ്, വാണ്ട്സ് കൂൾ തിങ്സ്, വേഴ്സ് ഫ്രം റേഡിയേറ്റഡ് ഹീറ്റ് എസ്പെഷ്യലി. ഉണ്ടോ, നമ്മൾ ചൂട് കൊണ്ട് വർധനവ് എന്ന് പറഞ്ഞു, കോൾഡർ റൂം വേണം, കോൾഡർ അറ്റ്മോസ്ഫിയർ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ചൂടിനെ കുറിച്ചൊരു കുറച്ചുകൂടി ടിപ്പിക്കലായിട്ടൊരു കാര്യം പറയാം, റേഡിയേറ്റഡ് ഹീറ്റ്. ചൂട് പലതരത്തിലുണ്ടാകാം. ചൂട് പിടിക്കും, തടവിയ ചൂടുണ്ടാകാം, ഒരു ചൂട് വസ്ത്രങ്ങൾ ധരിച്ച ചൂടുണ്ടാകാം, ചൂട് വെള്ളം അല്ലെങ്കിൽ ചൂട് ഹോട്ട് ബാഗ് വെച്ച ചൂടുണ്ടാകാം.
പക്ഷെ ഇവിടെയല്ല, റേഡിയേറ്റഡ് ഹീറ്റ്, റേഡിയേഷൻ കൊണ്ടുവരുന്ന ഹീറ്റ്, അതായത് സൺലൈറ്റ് റേഡിയേറ്റഡ് ഹീറ്റാണ്. ഒരു ഫയർ പ്ലേസ്, ഒരു തീക്കൊണ്ടത്തിൻ്റെ അടുപ്പിൻ്റെ നെരിപ്പോടിൻ്റെ കുറച്ചകലത്ത് വന്നിരിക്കുന്നത് റേഡിയേറ്റഡ് ഹീറ്റാണ്. ഈ റേഡിയേറ്റഡ് ഹീറ്റിനോടാണ് ഇയാൾ കൂടുതൽ, എപ്പിസ് പേഷ്യൻ്റ് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഓർ ഹോട്ട് എയർ ദാറ്റ് കംസ് ഫ്രം എ രജിസ്റ്റർ ഓർ ഫയർ. ഈ റേഡിയേഷൻ എന്നുള്ളത് അൾട്രാവയലറ്റ് റേഡിയേഷൻ ആകണമെന്നില്ല. ഹോട്ട് എയർ, ഒരു ഫയർ പ്ലേസിൽ നിന്ന് വരുന്ന ചൂടുവായുവും കൂടിയാകാം. റേഡിയേഷൻ ആ ഒരു തരത്തിൽ കൂടി നമ്മൾ കാണും. ടിപ്പിക്കൽ ആ ഒരു റേഡിയേഷൻ്റെ ഒരു നിർവചനം അനുസരിച്ചല്ല, ചൂടുവായുവും ആകാം. ഈ റേഡിയേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഹി സഫക്കേറ്റ്സ് വെൻ എ ലിറ്റിൽ വാം എയർ ഈസ് റേഡിയേറ്റിംഗ് ഓവർ ദ ബോഡി. ഒരു ചൂട് കാറ്റ് അല്ലെങ്കിൽ ഈ റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ വന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അനുഭവം സാധാരണ ചൂട് കൊണ്ട് പൊള്ളൽ, ചൂടിൻ്റെ അനുഭവമല്ല, സഫക്കേഷൻ ഉണ്ടാകുന്നു. റേഡിയേറ്റഡ് ഹീറ്റ് കൊണ്ട് ശ്വാസം മുട്ടുന്ന പോലുള്ള അനുഭവം ഉണ്ടാകുന്നു. കേട്ടോ, വളരെ ടിപ്പിക്കലാണത്. ഹീസ് ഡിസ്റ്റർബ് ഫ്രം ഹീറ്റ് ഈവൻ ഇൻ ദ ചിൽ ഓഫ് ആൻ ഇൻ്റർമീഡിയറ്റ് ഫീവർ. ഒരു ഇൻ്റർമീഡിയറ്റ് ഫീവറിലെ കുളിരിൽ പോലും, ചൂട് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ പോലും ചൂടുകൊണ്ട് ഈ നമ്മൾ എപ്പിസ് രോഗിക്ക് പ്രയാസമാണ്. അയാൾക്ക് ആകെ ഡിസ്റ്റർബൻസ്, അസ്വസ്ഥത ഉണ്ടാവും. ഇഫ് ഇൻ എ വാം റൂം വെൻ ഹാവിങ് എ ചിൽ ഹി സഫക്കേറ്റ്സ്. ഒരു ചൂടുള്ള മുറിയിൽ വെച്ചാണ് ഈ കുളിർ വരുന്നതെങ്കിൽ അയാൾക്ക് വീർപ്പ് മുട്ടലും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാകും. സോ ഇറ്റ് ഈസ് വിത്ത് ദ സ്കാർലറ്റ് ഫീവർ, വിത്ത് ദ സോർ ത്രോട്ട് ആൻഡ് ഇൻ ഡിഫ്തീരിയ. ഫ്രം ദ ലീസ്റ്റ് വിഫ് ഓഫ് റേഡിയേറ്റ് ഹീറ്റ് ഹി സഫക്കേറ്റ്. അപ്പോൾ രോഗാവസ്ഥ സ്കാർലറ്റ് ഫീവർ ആയാലും, സോർ ത്രോട്ട് ആയാലും, ഡിഫ്തീരിയ ആയാലും, കുളിരുമ്പനിയായാലും എന്തായാലും ശരി, എ വിഫ് ഓഫ് റേഡിയേറ്റഡ് ഹീറ്റ്. ഈ വിഫ് ഓഫ് എന്ന് വെച്ചാൽ ശകലം, മലയാളത്തിൽ നമ്മൾ ശകലം ചൂട് മതി. ഈ ചൂട് കാറ്റ് അല്ലെങ്കിൽ ചൂടിൻ്റെ റേഡിയേഷൻ, വെയിൽ, ഫയർ പ്ലേസിൽ നിന്ന്, തീക്കൂട്ടത്തിൽ നിന്ന് ചൂട് ഒരു ശകലം മതി, അയാൾക്ക് ആകെ ശ്വാസം മുട്ടലാണ്. അത് ഡിഫ്തീരിയ ആയാലും ശരി, കുളിരുമ്പനിയായാലും ശരി, തൊണ്ടവേദനയായാലും ശരി, എന്ത് വർഷമായാലും ശരി. ഹി വാണ്ട്സ് ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ, വാണ്ട്സ് സംതിങ് കോൾഡ്. അപ്പോൾ വാതിലും ചിലൊക്കെ തുറന്നിടണം, തണുപ്പുള്ള എന്തെങ്കിലും വേണം. Sometimes the scarlet fever patient will go into convulsions because the rash fails to come out. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്കാർലറ്റ് ഫീവറിൻ്റെ കാര്യത്തിൽ ഈ റാഷ് പുറത്തു വന്നില്ലെങ്കിൽ ചിലപ്പോൾ വലിച്ചു കൊച്ചലുണ്ടാകാം. അയാളുടെ നാഡീവ്യവസ്ഥയെ, തലച്ചോറിനെ ബാധിച്ചു എന്നുള്ള ലക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സഹപാഠിക്ക്, എനിക്ക് തോന്നുന്നു ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് അവനങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത്. ഈ വലിച്ചുകൊട്ടിലൊക്കെ ഉണ്ടായി. ക്ലാസ്സിൽ വെച്ച് അപസ്മാരമാണെന്ന് തെറ്റിദ്ധരിച്ചത്. ശ്വാസം മുട്ടലുണ്ടായി. അവസാനം ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വന്നു. ഒരുപാട് കാലം ചികിത്സിച്ച് വളരെ അവശതയിൽ പോയ ആൾ. എപ്പിസ് ഈസ് സംടൈംസ് എ സ്യൂട്ടബിൾ റെമഡി ആൻഡ് മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് കുപ്രം, സിംഗം ആൻഡ് ബ്രയോണിയ. ഇത്തരം അവസ്ഥകളിൽ എപ്പിസ് ചില സമയത്ത് യോജിക്കും. അതുപോലെ കമ്പാരിസൺസ് എന്തൊക്കെയാണ്? കുപ്രം, സിംഗം, ബ്രയോണിയ. ലക്ഷണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങളുടെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ബ്രയോണിയാണ് കാണിക്കുന്നത് ബ്രയോണിയ, കുപ്രമാണ് കാണിക്കുന്നത് കുപ്രം, സിംഗമാണ് കാണിക്കുന്നത് സിംഗം. അത്രയേ ഉള്ളൂ. എ വാം ബാത്ത് വിൽ ഇൻറ്റൻസിഫൈ ദ കൺവൾഷൻ. അപ്പോൾ ഈ കൺവൾഷൻ വരാതിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ശമിക്കുമെന്നുള്ള പൊതുധാരണയുണ്ട്. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമായേ ഉള്ളൂ. സെൻസേഷൻ ഓഫ് കൺസ്ട്രിക്ഷൻ ആൻഡ് എറോഷൻ ഇൻ ദ ത്രോട്ട് ഇൻ ദ മോർണിംഗ്. ഒരു പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുകയാണ്. പ്രഭാതത്തിൽ തൊണ്ടയിലിങ്ങനെ കെട്ടി അടഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ തൊണ്ട തന്നെ ഇല്ലാതാകുന്ന ഒരു ഇറോഷൻ, തൊണ്ട തന്നെ ഇല്ലാതായതുപോലൊരു അനുഭവം. ത്രോട്ട് സോർ ആൻഡ് സോളൻ, സ്റ്റിങ്ങിങ് പെയിൻസ്. തൊണ്ടക്ക് വേദനയുണ്ട്, വീക്കമുണ്ട്, കുത്തുന്ന പോലത്തെ വേദനയുണ്ട്. വീണ്ടും ഒരു പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുകയാണ്. കുഡ് നോട്ട് സോളോ സോളിഡ് ഫുഡ്. കട്ടിയുള്ള ആഹാരം ഇറക്കാൻ പറ്റുന്നില്ല. വിത്ത് ദീസ് കംപ്ലൈൻറ്റ്സ് ദർ ഈസ് ഓഫൺ ഷ്രിവറിങ്, ഷഡറിങ്, ലിറ്റിൽസ് ഇന്റർമിങ്കിൾ വിത്ത് ഫെബ്രൈൽ സ്റ്റേറ്റ്സ്. ഇത്തരം അവസ്ഥകളോട് ചേർന്നുകൊണ്ട് വിറയലുണ്ടാകാം. ഷഡറിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശക്തമായ വിറയലാണ്. ഇങ്ങനെ കൊച്ചു വലിക്കുന്നത് പോലെ, ആകെ ഉലയ്ക്കുന്ന പോലുള്ള വിറയൽ. ഫെബ്രൈൽ കണ്ടീഷൻസിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുളിര്. മെനി ടൈംസ് യു വിൽ തിങ്ക് ടു കംഫോർട്ട് ഹിം ബൈ കവറിങ് ഹിം അപ്പ് വിത്ത് എ വാം ബ്ലാങ്കറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കുളിരെ കാണുമ്പോഴേക്കും ഒരു പുതപ്പ് തപ്പിച്ച് ഇയാൾക്കൊരു ആശ്വാസം കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അത് മണ്ടത്തരമാണ്. ബട്ട് ഇറ്റ് വിൽ മേക്ക് ഹിം വേഴ്സ്.
ഹി വിൽ ത്രോ ഇറ്റ് ഓഫ്, അയാളത് വലിച്ചെറിഞ്ഞ് കളയുകയുള്ളൂ. എ ചൈൽഡ് വിൽ കിക്ക് ഓഫ് ദ കവേഴ്സ്, കുട്ടിയാണെങ്കിൽ പുതപ്പിച്ച് കഴിഞ്ഞാൽ ചവിട്ടിക്കളയും. സാധാരണ നമ്മൾ ചെയ്യുന്നത് വീണ്ടും പുതപ്പിച്ച് നോക്കും. കുട്ടിയുടെ വികൃതിയാണെന്നാണ് പറയുന്നത്. കുട്ടിയുടെ താല്പര്യങ്ങളല്ല, കുട്ടിയുടെ വികൃതിയാണ്. ആ കുട്ടികളുടെ കാല് പിഞ്ച് പാദങ്ങൾ പോലും സോക്സ് ഇട്ട്, വെറുതെ സോക്സ് അല്ല, വൂളൻ കൊണ്ടുള്ള സോക്സൊക്കെ ഇട്ട് കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നത് കാണാറുണ്ട്. തലയിൽ തുപ്പി വെക്കും, കുട്ടി വലിച്ചു കളയും, വീണ്ടും എടുത്ത് വെക്കും. അതൊക്കെ ഒരു ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു അവയർനെസ്സിൻ്റെ കുഴപ്പങ്ങളാണ്. ആൻഡ് അഡൾട്ട് ഈസ് ഷിവറിങ് വൈൽ കവേർഡ് അപ്പ് വിൽ കിക്ക് ഓഫ് ദ കവേഴ്സ്. ഷിവറിങ് വരാൻ നേരത്ത് പുതപ്പിച്ച ഒരാൾ ആ പുതപ്പുകൾ വലിച്ചെറിഞ്ഞ് കളയും. ദീസ് സ്ട്രേഞ്ച് ആൻഡ് പെക്യുലർ തിങ്സ് ആർ ഗൈഡിങ് ഫീച്ചേഴ്സ്, തിങ്സ് ദാറ്റ് കനോട്ട് ബി അക്കൗണ്ടഡ് ഫോർ. ഇത്തരം അസാധാരണമായ കാര്യങ്ങൾ, പെക്യുലറായിട്ടുള്ള ലക്ഷണങ്ങൾ, അത് ഗൈഡിങ് ഫീച്ചേഴ്സാണ്, നമുക്ക് വഴികാട്ടികളാണ്. അത് കനോട്ട് ബി അക്കൗണ്ടഡ് ഫോർ. ആ രോഗത്തിൻ്റെ, ആ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയപ്പെടുന്ന ധാരണകളുടെ വെളിച്ചത്തിൽ ഇതിനെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റില്ല, അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കണക്ക് വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് നമ്മളെ വഴികാട്ടുന്നതാണ്, വളരെ പെക്യുലറാണ്. ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല വിജയങ്ങൾ തരുന്നത് അത്തരം ലക്ഷണങ്ങളുള്ള സൂചനകളാണ്. ഇൻ എപ്പിസ് ദർ ഇസ് വൊമിറ്റിംഗ്, നോസിയ, റച്ചിങ് ആൻഡ് വോമിറ്റിംഗ് വിത്ത് ഗ്രേറ്റ് ആങ്സൈറ്റി. എപ്പിസിൽ ഛർദിലുണ്ട്, ഒക്കാനും വരലുണ്ട്, വല്ലാതെ പ്രയാസപ്പെട്ട് ഛർദിക്കലുണ്ട്, അതിനോടൊപ്പം വല്ലാത്ത ഉത്കണ്ഠയും. വൊമിറ്റിംഗ് ഓഫ് ബൈൽ ആൻഡ് എവറിത്തിങ് ഈറ്റൺ, തിന്നതെല്ലാം ഛർദിക്കും, അവസാനം ബൈൽ മഞ്ഞവെള്ളവും ഛർദ്ദിച്ചു പോകും. വൊമിറ്റിംഗ് ഓഫ് ബിറ്റർ ആൻഡ് സോർ ഫ്ലൂയിഡ്സ്, കയ്പുള്ളത് പുളിപ്പുള്ളതായിട്ടുള്ള ഫ്ലൂയിഡ്സ് ഛർദ്ദിച്ച് കളയും. അപ്പോൾ എപ്പിസിൻ്റെ ലക്ഷണങ്ങൾ വളരെ പെക്യുലറായിട്ടുള്ള, വളരെ മാരകമായിട്ടുള്ള രോഗാവസ്ഥകളിൽ രോഗിയെ രക്ഷിക്കുന്ന ഒത്തിരി സവിശേഷതകൾ എപ്പിസിനുണ്ട്. അതിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി പേരെ രക്ഷിക്കാൻ സാധിക്കും. നമുക്ക് ഇതേപോലുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.